പുള്ളി കാണുന്ന ഞാനില്ലായിരുന്നു. ഞാൻ എവിടെയോ ആണ്. ഇനിയും പറഞ്ഞു പറഞ്ഞു ചേട്ടാ തരം താഴ്ത്ത ഞാൻ വീണ്ടും അങ്ങോട്ടൊന്നും ചെല്ലാനായിട്ടൊരു ഇതിലേക്ക് പഴയതിലേക്ക്. രമണീയത ഇല്ല ഇവിടെ. ഇവിടെ ജിമ്മുണ്ട്, പൂളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ പോയിട്ടില്ല ജിമ്മിലൊന്നും. അല്ല അവര് വഴക്ക് പറയും. എന്തായി കാണിക്കണേ? മാറിക്ക്. ആരോടാ പിടിച്ചിട്ടേക്ക്. ഹെൽപ്പ് ചെയ്യണോ? വേണ്ട വേണ്ട, കുറച്ച് ഇതാക്കിയാ മതി. ഇതെന്തായാലും അവൻ നീ അയ്യോ രണ്ടിനും ഞാൻ റെഡി ആക്കും. ഞാൻ ഇത്രയും നാള് കാത്തു സൂക്ഷിച്ചാട്ടാ ഹെൽപ്പ് ചെയ്യണോന്ന് വെച്ചപ്പോ ഞാൻ ഇത്ര വിചാരിച്ചില്ല. ഭഗവാനെ എടുത്ത് കാണിക്കാൻ ഭാഗ്യമായി. ഇല്ല ഭഗവാന്റെ കൈയും തുമ്പിക്കൈയൊക്കെ വലിച്ചൊടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ ഓടിച്ചില്ല. എന്നെ ഭയങ്കര വിശ്വാസമുണ്ട് ഗ്യാസിൽ വെക്കണ്ടെന്ന് പറഞ്ഞ്. ഓക്കെ. രാവിലെ 3 മണിക്ക് 4 മണിക്ക് ഇവിടെ വന്നാണ്ടല്ലോ, 4:30 ആകുമ്പോ ഓടും ചായ വേണമെന്ന്. 4:30 വന്ന് കിടക്കുന്ന എന്നെ 5 മണിക്ക് തൊട്ട് ചായ. ഹാർവിയോറ ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഹലോ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഇന്നത്തെ ഹോം ടൂർ വിശേഷങ്ങളിലേക്ക് വെൽക്കം. ഞാനുണ്ടല്ലോ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ സ്വന്തം ഫാമിലി പോലത്തെ ഒരു വീട്ടിലാട്ടോ. നമ്മുടെ സ്വന്തം എല്ലാവർക്കും അറിയണം, നമ്മളെ കുറേ ചിരിപ്പിക്കണം നമ്മുടെ പാഷാണം ഷാജി ചേട്ടൻ്റെ വീട്ടിലാണ്. ഇവിടെ ചേട്ടനുണ്ട്, ചേട്ടൻ്റെ ഭാര്യ നമ്മുടെ ഇച്ചു ചേച്ചി ഉണ്ട്. ഇവരുടെ കുറേ വിശേഷങ്ങളും കുറേ കാഴ്ചകളൊക്കെ നമുക്ക് കാണാനുണ്ട്. അപ്പൊ നമുക്ക് അവരുടെ ഫ്ലാറ്റിലോട്ട് പോവാം അല്ലേ? ലെറ്റ്സ് ഗോ. ഹലോ ചേച്ചി. ചേച്ചിന്റെ ആദ്യത്തെ ഒന്ന് കാണണമെങ്കിലും കുറെ കണ്ട് പരിചയമുള്ളതുകൊണ്ട് വീഡിയോസിലൊക്കെ കാണുന്നുണ്ട്. ദേ മൈക്ക് പിടിച്ചോ, ചേച്ചിയുടെ മൈക്ക്. ഞാൻ ചേട്ടന്റെ വിശേഷങ്ങളും വീടൊക്കെ ഒന്ന് കാണാന്ന് വിചാരിച്ച് ഞങ്ങൾ എല്ലാരും കൂടെ പോന്നതാ. ഓക്കെ അല്ലേ? ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷം? ബാ ഇരിക്ക്, എല്ലാരും ഇരിക്ക്. ചേട്ടാ ഞാൻ വീട് കണ്ടപ്പോഴാ മൊത്തം വൈറ്റ് പെയിന്റ്. ഞാൻ ഒരു ആർട്ടിക്കിളിൽ വായിച്ചായിരുന്നു, ചേട്ടൻ പറഞ്ഞു ചേട്ടന് വൈറ്റ് പെയിന്റിനോട് ഒരു പ്രത്യേക താല്പര്യം ഉണ്ടെന്ന്. പറഞ്ഞു, ഞാൻ വായിച്ചായിരുന്നു. വൈറ്റ് ഇഷ്ടമാണ്, അതുപോലെ തന്നെ ബ്ലാക്ക് ഇഷ്ടമാണ്. എന്താണ് നമ്മുടെ പുതിയ വിശേഷം? പുതിയ വിശേഷം എന്തായാലും ഇപ്പൊ പടം ഇറങ്ങാൻ പോണു. നമ്മുടെ കുടുംബശ്രീ കുഞ്ഞാടുന്ന പടം ഇറങ്ങാൻ പോണു. അതുപോലെ തന്നെ ഒരു പടം കൂടി വേറെ ഇറങ്ങുന്നു, നാദിഷ്കയുടെ പടം. സെയിം ഡേറ്റിലാണ്. അല്ല സസ്പെൻസ് അല്ല, 30 ഇറങ്ങാൻ പോവോ? സെയിം ഡേറ്റിൽ ഇറങ്ങും അല്ലേ? ഓക്കെ. അപ്പൊ ധ്യാൻ ചേട്ടന്റെ കൂടെ ഉള്ള ഞങ്ങൾ ഭയങ്കര എക്സ്പെക്ടേഷൻ ഉള്ള മൂവിയാണത്. അതെ. കാരണം നമ്മുടെ ചിരിക്കുടുക്ക ടീം മൊത്തത്തില് നല്ല പടമാണ്. കാരണം ഷാജോൻ ചേട്ടൻ, അതുപോലെ തന്നെ ജാഫർ പക്കൂർ ചേട്ടൻ, അങ്ങനെ വലിയ ടീം ഉണ്ടല്ലേ. അപ്പൊ ഈ പടത്തിന്റെ സ്ക്രിപ്റ്റ് ചെയ്തേക്കുന്ന ശ്രീകുമാറാണ്, അതുപോലെ ഡയറക്ഷൻ മഹേഷ് സാറാണ്, പിന്നെ ഇതിന്റെ പ്രൊഡ്യൂസർ ബെന്നി ചേട്ടൻ. പുള്ളിയും ഇതിലൊരു ക്യാരക്ടർ ചെയ്യുന്നു, നല്ല ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. നല്ല പടം. ചേട്ടന്റെ ക്യാരക്ടർ നെയിം എന്തായാലും? എന്റെ ക്യാരക്ടർ നെയിം അല്ല, അതിൽ ഞാനൊരു ആദ്യമായിട്ട് ഇങ്ങനെ വേലക്കാരന്റെ വേഷം ചെയ്യണത്. അല്ലാത്ത എല്ലാത്തിനും മുതലാളിയായിട്ടല്ല കേട്ടോ, വേലക്കാരന്റെ വേഷം ആദ്യമായിട്ടാണ്. അത് ഈ പടത്തിലൊക്കെ എന്റെ ഗെറ്റപ്പിന് ഭയങ്കര വ്യത്യാസമുണ്ട്. അതാ അതുകൊണ്ട് പേര് പറയുന്നില്ല. അല്ല പേര് പറഞ്ഞല്ല, എന്റെ ക്യാരക്ടർ ആദ്യമായിട്ട് ഞാൻ മുടിയൊക്കെ വടിച്ച് ചെയ്തിരുന്ന പടോ. ഞാൻ കണ്ടായിരുന്നു ചേട്ടന്റെ ഇൻസ്റ്റാ പോസ്റ്റിലൊക്കെ. ഒട്ടും മുടിയില്ല, മുടി വടിച്ചിട്ടാണ്. മുട്ട അടിച്ചിട്ടല്ലേ? ഇത് തന്നെ ഞാൻ പറഞ്ഞ മുടി വടിച്ചെന്ന് പറഞ്ഞത്. മുട്ട അടിച്ചത്. നമുക്ക് ചേട്ടാ വീടൊക്കെ കാണിച്ചു തരുമോ? വീട് കാണിച്ചു തരാം. വീട് ചേട്ടനും നമുക്ക് ഒരുമിച്ച് പോവാം. അപ്പൊ നമുക്ക് വീട് കാണാം. എനിക്ക് എല്ലാം ഒന്ന് കാണിച്ചു തന്നോട്ടാ. ശരിക്കും ഉണ്ടല്ലോ, ഞാൻ വന്ന സമയത്ത് ആനിമൽസിനൊക്കെ കാണാന്ന് വിചാരിച്ചാ വന്നത്. അത് ആനിമൽസിന്റെ കേസ് അറിയാമോ? ഞങ്ങള് ഇങ്ങോട്ട് മാറാനുള്ള കാരണം തന്നെ അലർജി പ്രശ്നം വന്നു. അപ്പൊ ഈ പ്രാവ്, പൂച്ച ഇതൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പൊ അവര് ഡോക്ടർ പറഞ്ഞു അവരെല്ലാരും മാറ്റാൻ പറഞ്ഞു. അപ്പൊ അവരെല്ലാവരും മാറ്റുന്ന രീതിക്ക് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ മാറി. ഞാൻ ശരിക്കും കുതിരേനൊക്കെ കാണാന്ന് വിചാരിച്ചാ വന്നേ. കുതിരേനെ കാണിച്ചു തരാം. ഇപ്പൊ യൂട്യൂബിലെടുത്ത് ഞാൻ കാണിച്ചു തരാം. കുതിരയെ കൊരങ്ങ എന്തുവാ ഇത്? ചേട്ടന്റെ മുമ്പത്തെ വീടിന്റെ പേര് ശ്രീ വിനായകം. ഭയങ്കര ഗണേഷ്. അതാ ഞാൻ പറഞ്ഞേ. ഇത് നമ്മുടെ മറ്റേതല്ലേ? അതൊക്കെ കുന്നിക്കുരു. ഞാൻ സത്യം പറഞ്ഞ ആദ്യമായിട്ടാ കാണുന്നത്. ഇവിടെ വന്നാ അത് വാരണം നിർബന്ധം. അങ്ങനെയൊക്കെ ഉണ്ടാ? ഇതെന്താ ചെയ്യങ്ങനെയോ? എന്നിട്ട് വർത്താനം പറഞ്ഞ് ഓരോ നേരത്ത് കഴിച്ചു. ശരിക്കും അതിൽ 500, 1000 ഒക്കെ ഇടണം. എന്നിട്ട് അതും കൂടി ഉണ്ട്. എന്റെ സ്നേഹം മൊത്തം ഞാൻ ഇതിനകത്തോട്ടുണ്ട്. ഇതെന്താ ചെയ്യണ്ട? എന്നിട്ട് വാരിട്ട് ചുമ്മാ
തിരിച്ചിടണല്ലേ ആ ഞാൻ വിചാരിച്ചുണ്ടോ അല്ല ഇത് എന്റെ വീട്ടിൽ പോകുമ്പോഴത്തേക്ക് അവിടെ ഇത് ഇങ്ങനെ വീഴും. എന്റെ പിള്ളേരെ പറ്റിച്ചിട്ട് മിഠായി മേടിച്ച പിള്ളേരെ ഏൽപ്പിക്കും പെറുക്കാനായിട്ട്. അവര് കുട്ടികൾ പെറുക്കി കൊടുക്കണം. അടിപൊളി. ഈ രൂപൊക്കെ നിങ്ങൾ കൊണ്ടതാ? ആ എല്ലാം ഭയങ്കര രസമുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഇതൊക്കെ കാണണേ. ഏത് ഇത് ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാ ഇതിൽപ്പെട്ട ആൾക്കാരും ഉണ്ടായിരുന്നു. അതെ. വിഘ്നേഷ് ഫാനാന്ന് എനിക്ക് മുന്നേ അറിയായിരുന്നു. അത് ഞങ്ങളുടെ ഈ ഞാൻ വന്നത് കയ്യും വീശി വന്ന ആളാ. ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ബസ്സിന് യാത്ര ചെയ്ത് വന്ന ആളാ. അങ്ങനത്തെ ആളാണ്. ഹെൽപ്പ് ചെയ്തത് കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴും കൂടെ ഞാൻ എന്തെങ്കിലും ഒരു രണ്ട് മടിയൊക്കെ പിടിച്ച് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ തല ഇടിക്കാതെ പോരില്ല അമ്പലത്തിൽ നിന്ന്. ചോദിച്ചു വെറുതെ കിടന്ന് മണി വന്നിടിച്ചിട്ടുണ്ടല്ലോ തലക്കെട്ട്. ഒരാവശ്യമില്ലാതിരിക്കുന്നു. അത് ഈ രാത്രി വാക്ക് പറയും, രാവിലെ അമ്പലത്തിൽ പോട്ടാൻ പറയും. രാവിലെ വിളിക്കുമ്പോൾ ദേഷ്യപ്പെടും. ഇന്ന് വൈകിട്ട് പോണോന്ന് വിചാരിച്ചിട്ടുണ്ട്. നടക്കോ അറിയില്ല. നടത്തും നമ്മള്. പിന്നെ അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഭഗവാന്മാരിരിക്കുന്ന സ്ഥലം. ഇനി എന്താ കാണിക്കാനുള്ള? അടുക്കളയാണോ? വാഷ് ബേസിൻ. ഇതാണ് ചേച്ചിയുടെയും ചേട്ടന്റെ ഒക്കെ സാമ്രാജ്യം. കിച്ചൺ. ഞാൻ സാധാരണ ചേച്ചിയുടെ സാമ്രാജ്യം എന്നാണ് പറയാറ്. പക്ഷെ ഇവിടെ ചേട്ടനോട് ഇങ്ങോട്ട് കുക്ക് ചെയ്യല്ലേ? ഞങ്ങൾ രണ്ടുപേരും കൂടെ കുക്ക് ചെയ്യും. ചേച്ചിക്ക് വയ്യാതിരിക്കണമെങ്കിൽ ഞാൻ തന്നെ ഫുള്ള് ചെയ്യും. നമുക്ക് ചായ വെക്കാം. ഞാൻ വെക്കാം. വെക്കാം. നമുക്ക് ഇതിൽ വെച്ചാലോ? പെട്ടെന്നാവും. എന്നെ ഭയങ്കര വിശ്വാസമുണ്ട് ഗ്യാസിൽ വെക്കണ്ടെന്ന് പറഞ്ഞ്. അപ്പൊ നമുക്ക് ചായ വെക്കാം. ഇവർക്ക് എന്നെ ഭയങ്കര വിശ്വാസം ഉള്ളതുകൊണ്ട് ഇവര് പറഞ്ഞു ഗ്യാസിൽ വെക്കണ്ടെന്ന്. അല്ല അതുകൊണ്ടല്ല, ചായ ഇതിലാകുമ്പോ പെട്ടെന്ന് കഴിയുമല്ലോ. ഓക്കേ, പെട്ടെന്ന് ആയിക്കോളും. നിങ്ങക്ക് കഴിക്കാനൊന്നും ഒന്നും മേടിച്ചിട്ടില്ലേ? കുഴപ്പമില്ല ചേച്ചി, ഞങ്ങക്ക് സ്നേഹം തന്നെ ധാരാളം. പിന്നെ കഴിക്കാനായിട്ട് പരിപ്പ് കടല. അല്ല ഇത് യാദൃശികമായിട്ട് വന്നതല്ലേ, അതുകൊണ്ട് ഒരു പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ട് വരും. പറഞ്ഞിട്ട് വന്നോ? ഉറപ്പായിട്ടും. അപ്പൊ ഞാൻ ചായ വെക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിനകത്ത് അയ്യോ. അതെന്താന്നറിയാമോ ഇതിൽ വെക്കണത്? ഞാൻ 24 മണിക്കൂറും കട്ടൻ ചായ കുടിക്കുന്ന ആളാ. എപ്പോഴും ഇങ്ങനെ ചോദിച്ചു. അപ്പൊ അതിനുവേണ്ടി മാത്രം ആ പ്ലഗിൽ നിന്ന് അത് ഊരാറില്ല. അതിനു വേണ്ടി മാത്രം. അതുകൊണ്ട് തന്നെ കറണ്ട് കാശ് 5000 രൂപ വന്നിട്ടുണ്ട് ചായ കുടിക്കണ സാധനം കട്ടൻ ചായയില്. ഇതിൽ പഞ്ചസാര പിടിച്ചിരിക്കണം. ഞാനൊക്കെ ഇടാം. ചായപ്പൊടി, ടീ ബാഗ് ഉണ്ട്. എത്ര ചായ വേണം നമുക്ക്? ഇതിന്റെ ഉള്ളില് എല്ലാവർക്കും എടുത്തോ. ഓക്കേ, അപ്പൊ ടീ ബാഗ് ഒരെണ്ണം മതിയില്ലല്ലോ. രണ്ടെടുത്തോ. രണ്ടെടുക്കാല്ലേ ഗൈസ്? ചരിത്ര മുഹൂർത്തം. എന്റെ അമ്മയ്ക്ക് ഇതൊക്കെ കണ്ടേ അമ്മ ഞെട്ടുട്ടാ. ഇതാകുമ്പോഴത്തേക്ക് കറക്റ്റ് ആയിട്ട് എല്ലാവർക്കും കുടിക്കാൻ വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതാ ഞാൻ പറഞ്ഞത്, ഭയങ്കര വിശ്വാസം ഉള്ളതുകൊണ്ട്. സ്പൂൺ എടുത്തോളൂ. സ്പൂൺ എങ്ങനെ ഉണ്ടാക്കണേ അറിയോ? പിന്നെ ഇല്ലേ. അല്ല അത് ഓഫാവട്ടെ. ഇത് ചേട്ടനും ഇത് ചേച്ചിക്കും. എനിക്ക് വേണ്ട. പിടിച്ചോ. എന്ത് ഞാനാ? ഞാൻ കുടിക്കണില്ല. ചേട്ടന്മാർക്ക് കൊടുക്കണ്ടേ? എന്നാ അതില് വെച്ചോ. വേറെ എടുക്കാം, നമുക്ക് എടുക്കാല്ലേ? പിന്നെന്താ. അല്ല കഴിക്കണ്ടെന്ന് ഒരു ചേച്ചി പറഞ്ഞിട്ട് വെച്ചോ. നമുക്ക് ചേച്ചി ചേച്ചി എടുക്കുക. നമുക്ക് ചേച്ചി പറയാം. ഓക്കെ, അപ്പൊ ഞാൻ അത് കൊണ്ടോട്ടെ. എന്റെ ശരിക്കും കല്യാണാലോചന പോലെ ഉണ്ടല്ലോ ദൈവമേ. ശരിക്കും ഇവിടെ എന്താ നടക്കണെന്ന് ഇതുണ്ടല്ല, എന്റെ കല്യാണം ഒപ്പിക്കാൻ ചേട്ടനും ചേച്ചിയും കൂടെ പറഞ്ഞ പോലെ അവിടെ വെച്ചോ. ഇപ്പൊ ചായ കുടിക്കാൻ ആളുകൾ ഇല്ലാണ്ടായി പോയല്ലോ ദൈവമേ. കുടിക്കൂലേ? ചായ കുടിക്കത്തില്ലേ? ചൂട് നോക്ക്. ബാ കുടിക്ക് ചായ. എനിക്ക് ചായ ചേട്ടൻ തന്നോളൂ. എന്റെ കൊടുക്കും. അല്ല അതുകൊണ്ടല്ല, മതി. ഞങ്ങൾ മധുരം കഴിക്കൂല. പറയണ്ട ഇപ്പൊ എന്റെ അടുത്ത്. അടുത്തത് എങ്ങോട്ടാ പോണ്ടേ? ചായ കുടിച്ചോണ്ട് വീടിന്റെ കാഴ്ചകളാണ്. ചായ കുടിച്ചോണ്ട് കാഴ്ചകളാണായിട്ട് സിറ്റൗട്ടിൽ പോയ അത്രയ്ക്ക് വലിയ കാഴ്ചകളൊന്നും. മഴയാണെങ്കിലും കുഴപ്പമില്ല. 2 ബെഡ്റൂം പിന്നെ എച്ചുവിന്റെ പച്ചക്കറി തോട്ടം അപ്പുറത്തുള്ളത്. അവിടെ മൊത്തം മഴ പെയ്ത നമ്മുടെ കൃഷി ആ സമയത്ത് പോയായിരുന്നല്ലേ. എല്ലാം ഇവിടെ സ്ഥലമില്ലല്ലോ നമുക്ക് കൃഷി ചെയ്യാൻ. ഇറങ്ങിക്കോണേ. അയ്യോ അവിടെ വെള്ളം ഉണ്ടാ. കുഴപ്പമില്ല. ഇതിപ്പോ എങ്ങനെ നോക്കാം? അങ്ങോട്ട് എങ്ങോട്ടാ? അങ്ങോട്ട് പോയി നിക്കാൻ നല്ല രസമുണ്ട്. ജോൺസൺ മാഷിന്റെ പാട്ടും കൂടി വെച്ചേ. തെന്നി വീഴരുത് ട്ടോ. തെന്നി വീഴരുത്. ചായ, പരിപ്പുവട, മഴ, ഹാന്തസ്.
ഇവിടെ നിന്ന് ശരിക്കും ചായ കുടിക്കാൻ നല്ല രസമല്ലേ, കാറ്റ് മഴയത്ത് നല്ല രസമായിരിക്കും അല്ലേ? ഇവിടെ ഇവിടെ നോക്കി, ഇവിടെ കൊറേ കുഞ്ഞ പിക്കിരി പിള്ളേരുണ്ട്. ആ ചെടികൾ നട്ടേക്കണ്ടല്ലേ അവന്മാര്? അതെ, ഇവിടെ ഡേ കെയർ അവിടെ, ഡേ കെയറാ. ഡേ കെയർ അവിടെ. രാവിലെ ആകുമ്പത്തേക്ക് അവിടെ കൊണ്ടുവന്ന ഒരു കസേര ഇട്ട് വെച്ചിരിക്കും ജനലിന്റെ അവിടെ ഈ പിള്ളേരെ കാണാനായിട്ട്. ഓ ഞാൻ വിചാരിച്ചേ ചേച്ചി അവിടെ ചെടിയിൽ ചെടി ഇരിക്കണ്ടല്ലോ. ആ കളിക്കുന്ന സാധനമൊക്കെ കാണുമ്പോ അറിയാൻ പറ്റില്ലേ? അല്ല ഞാൻ കുറച്ച് വലിപ്പമുള്ള പിള്ളേരായിരിക്കും. അതെ, ഡേ നിങ്ങൾ കെയറിലല്ലേ? നോക്കത് ഡേ കണ്ട കെയറിലല്ലേ? ഡേക്കാണെന്ന് പിന്നല്ലേ അല്ല, ഒരു പറഞ്ഞത്. ചേട്ടനുണ്ടോ അവിടെ, ഒരു 10 നോക്ക് ദേ ചേച്ചി ഇങ്ങനെ കാണിച്ചു തന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ചെടിച്ചട്ടേ കാണിച്ചു തന്നെ. അല്ല, അവിടെ കുട്ടികളുണ്ടെന്ന് പറഞ്ഞു. ഇന്ന് മഴയൊക്കെ ആയതുകൊണ്ട്. അതിലൊരു ഫാമിലി ഉണ്ടായിരുന്നിട്ടാ ഈ തലയില്ലാത്ത തെങ്ങുണ്ടോ. ആ ഞങ്ങൾ വന്നപ്പോ ഞാൻ വൈഫിനോട് പറഞ്ഞു ഇങ്ങനെ കണ്ടപ്പോ ഇതിനകത്ത് ഇതുപോലെ കിളി വരൂട്ടാന്ന് പറഞ്ഞു. കുറച്ച് കഴിയുമ്പോ വന്നപ്പോ ഫാമിലി ആയിട്ട് പോയി, കുഞ്ഞൊക്കെ. ഞങ്ങൾ എവിടെ ചെന്നാലും പ്രകൃതി രമണീയതയുടെ ആൾക്കാരാണ്. ഇവിടെ രമണീയത ഇല്ല. ഇവിടെ ജിമ്മുണ്ട്, പൂളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ പോയിട്ടില്ല ജിമ്മിലൊന്നും. അതെന്തി? അല്ല, അവര് വഴക്ക് പറയുന്നു. ജിമ്മിൽ ചെന്ന വഴക്ക് പറയുന്നു. ചൂടുണ്ട് അല്ലേ? എനിക്ക് ഭയങ്കര വേർപ്പും ഇങ്ങനെ പെട്ടെന്ന് ചൂടാ. അയ്യപ്പാ, ഇതാണ് ഫ്ലാറ്റിലൊക്കെ എല്ലാവരും ഇങ്ങനെ തന്നെയാണ്. ഭയങ്കര ഒരു ഒതുങ്ങിയ ലൈഫിലാണ്. ചേട്ടന് ശരിക്കും എങ്ങനത്തെ ഇഷ്ടം? ഞങ്ങൾക്ക് പറ്റൂല, ഞങ്ങൾക്ക് വീടേ പറ്റുള്ളൂ. അത് നമ്മൾ ഇത്രയും പെറ്റ്സിനെയൊക്കെ ഇട്ട് വളർത്തി കലബലയുടെ ഉള്ളിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നപ്പോ അല്ലേ? ഇയാളെ ഒറ്റപ്പെട്ടു പോകണം. ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ വരാം ഇടയ്ക്ക്. പിന്നെ ചേച്ചി പറയുമ്പോ ഒറ്റയ്ക്കെന്നോളാം. ഡെയിലി പോര് കട്ടൻ ചായ. ഞാൻ വരൂട്ടാ, നിങ്ങൾ വെറുതെ വിളിക്കുന്ന തെളിവായിട്ട് വീഡിയോ ഉണ്ട്. അല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാ. ഞങ്ങളിവിടെ ചേച്ചിനെ അന്വേഷിക്കുന്നുണ്ട്. എന്നെ കണ്ട പ്രായം തോന്നിയെങ്കിലും ഞാൻ പൈതലാണ്. അല്ല, എപ്പിസോഡും പൊക്കോളും ശമ്പളവും വീണോളും. ധൈര്യമായിട്ട് പോര്. ബൈന് നമുക്ക് പോവാം. ബെഡ്റൂമൊക്കെ അലമ്പായി കിടക്കി ആയിരിക്കൂട്ടാ. അതൊന്നും കുഴപ്പമില്ല. കുഴപ്പമില്ല. ഇതാണ് അലമ്പ്. ഇത് അലമ്പാണെങ്കിൽ എന്റെ വീടൊക്കെ കണ്ട് എന്ത് പറയുന്നത്? ഇച്ചിരി അധികം നേരം ഇവിടെ ഷൂട്ട് ചെയ്തോട്ടാ. വന്ന പടം കേസിട്ടു അല്ലേ? ഇതെന്റെ ജീവനാ. കണ്ണാടി എത്ര വർഷമായിട്ട് കൊണ്ടുനടക്കണം അറിയാമോ? ഇപ്പൊ ഇങ്ങനത്തെ കണ്ണാടി കാണാറില്ല. കുറെ വർഷമായിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ജനലിന്റെ അവിടെ ഇങ്ങനെ കുറിച്ച് ഇപ്പൊ അവിടെ നിർത്തി മാറ്റില്ല, അതേപോലെ വെച്ചേക്കും. സ്വന്തം ഭംഗി ഇങ്ങനെ ആസ്വദിക്കും. ഇത് എങ്ങനെ വാങ്ങിക്കുന്ന അറിയാമോ? ഈ പ്ലാസ്റ്റിക് വിൽക്കണ ചേട്ടന്മാര് വരില്ലേ, കുറെ സാധനമൊക്കെ സൈക്കിൾ വെച്ച് കിട്ടി. അത് എവിടെ കണ്ടാലും പുറകെ ഓടുകയാള്. അല്ല, ഇപ്പൊ അവരുടെ ഇപ്പോഴും ഇല്ലല്ലോ അങ്ങനത്തെ ആൾക്കാരുണ്ടാ? ഇപ്പൊ ഞങ്ങൾ അവിടെ പനങ്ങാട് താമസിക്കുന്ന സമയത്ത് ഒരു ചേട്ടൻ സ്ഥിരമായിട്ട് വരുവായിരുന്നു. അപ്പൊ സ്ഥിരമായിട്ട് പൊട്ടി പോകുമ്പോ അത് തന്നെയാ വാങ്ങി വെക്കും. അതെന്തോ പണ്ട് മുതലുള്ള ഒരു ഇഷ്ടമാണ് ശീലം. ചേച്ചി സ്വന്തം ഭംഗി ആസ്വദിക്കുന്നതില്ല. ഇത് നമ്മുടെ യൂട്യൂബിന്റെ വീഡിയോസ് എടുക്കണത്. വീഡിയോസ് എടുക്കണല്ല, ഞാൻ ഒരു ദിവസം രാത്രി 2 സിനിമയെങ്കിലും കാണും ചുരുങ്ങിയത്. അങ്ങനെ ആ ട്രൈപോഡില് മൊബൈൽ വെച്ചിട്ടാണ് ഞാൻ അവിടെ കിടന്നുറങ്ങണതും അതില് സിനിമ കണ്ടുകൊണ്ട് കിടക്കുന്നത്. അങ്ങനെ വന്ന് തലവേദന പിടിവിട്ട്, വെട്ടം കണ്ട പ്രശ്നം, ശബ്ദം കേട്ട പ്രശ്നം. അങ്ങനെ ട്രീറ്റ്മെന്റ് എന്നപ്പോഴാണ് പറഞ്ഞത് ഒരു ദിവസം നമ്മൾ 8 മണിക്കൂറെങ്കിലും ഉറങ്ങണം. ഞാൻ ഇത്രയും വർഷങ്ങളായിട്ട് ഒരു 3 മണിക്കൂർ മാക്സിമം ഉറങ്ങുള്ളൂ. 2 സിനിമ കാണണമല്ലോ നമുക്ക്. അല്ല, അത് ആ 2 സിനിമ കാണും. ഉറങ്ങില്ല, സോംബി പടമൊക്കെ കാണൂലേ രാത്രി കിടക്കുമ്പോ. എന്റെ പൊന്നിയാട്ടെ വല്ല നല്ലതും വെച്ചിട്ട് കിടക്ക്. കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ ഉറങ്ങി ഇങ്ങനെ വരും. അപ്പം എന്തോ ഒരു അത് രസമായിട്ട് ഇംഗ്ലീഷ് സിനിമ കേട്ടോ. എന്നിട്ട് അത് തമിഴില് കാണുക. ഇംഗ്ലീഷിന്റെ മൊത്തം കണ്ടു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് തമിഴ് കാണും. അപ്പൊ ഞാൻ ഇങ്ങനെ ചെരിഞ്ഞു കിടക്കും. അപ്പൊ ഇവിടെ കാപ്പാത്തിങ്ങോ ഒരു പെണ്ണ് ഡ്രസ് നോക്കിയേ, ഇതേപോലത്തെ ഡ്രസ് ഇട്ട് അങ്ങോട്ട് തിരിച്ചു ചെയ്യുന്നുണ്ട്. ആ ഒച്ചയായിട്ടപ്പോ എനിക്ക് മൊത്തം സൈലന്റ് പേടിച്ചിട്ട് ഇവിടെ കിടന്ന ആൾ അവിടെ എത്തി. എന്നത് ഏട്ടെ കിടന്നു ഉറങ്ങട്ടെ. രാത്രി മൊത്തം അങ്ങനെ വെച്ചിട്ടേ രാത്രി മൊത്തം ഇത് കണ്ടടക്കല്ലേ. രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ഇതിന്റെ ബാലൻസ് കണ്ടോണ്ട് കിടക്കിയിരിക്കും. അപ്പൊ നേരം വിളക്കുമ്പോഴേക്കും ഞാനതേ കാണുള്ളൂ. അതെ, ചോദിച്ചോക്കെ ഞാൻ സൈക്കോയാ. റിവീൽ ചെയ്തിരിക്കുകയാണെന്ന് ഞാൻ. അല്ല, ഇവർക്കൊക്കെ അറിയാവുന്ന കാര്യമോ? എന്റെ സ്വഭാവത്തിൽ ഇച്ചിരി സൈക്കോ കിടപ്പുണ്ട്. അതെന്താ അറിയാമോ? ഞാനിങ്ങനെ ഉറക്കം നിന്ന് അവസാനം എന്നെ ആശുപത്രി കൊണ്ട് ഇഞ്ചക്ഷൻ എടുത്ത് ഉറക്കിയിട്ടുണ്ട്, അങ്ങനെ ഉറങ്ങാൻ പറ്റാനായിട്ട്. അത്രയും ഉറക്കം നിൽക്കണം. ഞാൻ രാവിലെ 3 മണിക്ക് 4 മണിക്ക് ഇവിടെ വന്നാണ്ടല്ലോ, 4:30 ആകുമ്പോ ഓടും ചായ വേണമെന്ന്. 4:30 വന്ന് കിടക്കണം. എന്നെ 5 മണിക്ക് തൊട്ട് ചായ വേണം. എന്നാ വൈകുന്നേരം കിടക്കൂലേ? ചേച്ചിയുടെ ആത്മാർത്ഥത. അത് രാത്രി നേരത്തെ കിടക്കൂലേ? അപ്പൊ രാവിലെ വിളിക്കൂല, 10 മണിയായാലും വിളിക്കൂല, ചായ തരില്ല. ഉറക്കം നിന്ന് വരുമ്പോ ചായ വേണ്ടേ? എനിക്ക് ചായ കുടിക്കുക. എന്നിട്ട് യൂട്യൂബിൽ കൊറേ അല്ല വീഡിയോസ് ഇട്ടിട്ട് കണ്ടന്റ് ഇല്ലല്ലോ.
കണ്ടന്റ് ഇല്ലാഞ്ഞിട്ടല്ല, ഞങ്ങളുടെ അക്കൗണ്ട് പ്രശ്നമായി പോയി. ഞങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ ഞാൻ എന്റെ പാസ്വേഡ് മറന്നുപോയി. അപ്പം അപ്പൊ എനിക്കത് എന്റെ ഫോൺ മിസ്സായപ്പോഴത്തേക്ക് ഈ ഫോണിലേക്ക് പുതിയ ഫോണിലേക്ക് അത് ചെയ്യാൻ ഇമെയിൽ വെച്ച് റിക്കവർ ചെയ്യാൻ പറ്റില്ല. പറ്റണില്ല. കുറെ നോക്കി മറന്നു. ഏതോ ഒരു നമ്പർ നമ്മൾ യൂട്യൂബ് ഉണ്ടാക്കി ചെയ്തു തന്ന ആൾക്കാര് ഒരു നമ്പറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഏത് നമ്പറാന്ന് അറിയില്ല, അവർക്കും അറിയില്ല. പോയി. പക്ഷെ അത്യാവശ്യം നല്ല റീച്ച് കയറി വന്നല്ലേ. ആ 225 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, ഇനി യൂട്യൂബിന് ഒരു മെയിൽ ചെയ്ത് നോക്കണം അവിടെ നിന്ന് എന്തെങ്കിലും തിരിച്ചു കിട്ടാൻ വേണ്ടിട്ട്. അല്ലെങ്കിൽ ചേട്ടന് ശരിക്കും വൈറ്റ് ഭയങ്കര ഇഷ്ടമാണല്ലേ, നോക്കിയെടുത്തതാ? അമ്പലത്തിൽ കൊണ്ട് വഴിപാട് കഴിക്കും യൂട്യൂബ് തിരിച്ചു കിട്ടാനായിട്ട്. അങ്ങനെ ഞാൻ വിചാരിച്ചു വൈറ്റ് ഓക്കെ, നല്ല തീരുമാനം. ബാ നമുക്ക് അടുത്ത മുറിയിലോട്ട് പോവാം. അടുത്ത മുറി എന്ന് പറയുന്നത് ആകെ 2 മുറിയേ ഉള്ളൂ. 2 മുറി കിച്ചൺ. അതെ, നിങ്ങളുണ്ടല്ലോ നമ്മുടെ ഒരു ഷോയില് വന്നിട്ടുണ്ടായിരുന്നില്ലേ, എവിടെ നല്ല ബെസ്റ്റ് കപ്പിൾ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് നിങ്ങളെ ജയിലിലൊക്കെ പൂട്ടിയിട്ട് ഞാൻ അറിഞ്ഞു. ഇതൊക്കെ ഇപ്പൊ മാറ്റി പെണ്ണ. ഇത് അവന്റെ പരിപാടിയാ. ഞങ്ങളുടെ കട്ടിൽ ചലിക്കണ കട്ടില. ഇന്ന് ഇങ്ങനെ കിടക്കണമെങ്കിൽ നാളെ കറക്കി തന്നെ എന്റെ അമ്മയ്ക്കും ഉണ്ട് ചലിപ്പിക്കണത്. ഈ കൈയുടെ പ്രശ്നമൊക്കെ അതുകൊണ്ടാന്ന് തോന്നുന്നു. എന്റെ അമ്മയ്ക്കും ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും. ഈ 4 ദിക്കുള്ള ഭാഗ്യായി. 6 ദിക്കുണ്ടായിരുന്നെങ്കിൽ ഒരാഴ്ച ഓരോ നീക്കിക്കൊണ്ടിരുന്നേന്. ഈ മുറി ചെറുതാ, കുറച്ചൊന്ന് അതുകൊണ്ട് ഇച്ചിരി പാടാൻ മാറ്റാൻ പാടാൻ അവൻ സമ്മതിക്കാണ്ട, കൊച്ചു സമ്മതിക്കാണ്ട. അല്ലെങ്കിൽ ഇതും വലിച്ചു പറിച്ച് ഇത് അവനാണ് ചെയ്തത്, മാറ്റണത്. അവൻ കഴിഞ്ഞ ദിവസം ചെയ്തത്. അത് വലിയ കിട്ടില്ലല്ലോ, ഒറ്റക്ക ചെയ്യണെന്നേ. ചേച്ചി ഇങ്ങനെ നോക്കണ. അല്ല ഈ കൈക്കാ വേദന, മറ്റേ കൈ ഫ്രീയാ, ഒന്ന് കിട്ടിയ. നിങ്ങൾ നമ്മുടെ ഒരു ഷോയില് വന്നിട്ടുണ്ടായിരുന്നില്ലേ, നല്ല ബെസ്റ്റ്. നിങ്ങളെ ജയിലിൽ പിടിച്ചിരുന്നൊക്കെ കേട്ടല്ലോ. ജയിലിൽ പിടിച്ചിട്ട് എന്താന്നറിയാമോ, ഞങ്ങള് ആദ്യം ഞങ്ങള് മുന്നിട്ട് നിന്നു, പിന്നെ ചേച്ചി അവര് മുന്നിട്ട് നിന്നു, നമ്മള് വിട്ടുകൊടുത്തു. പിന്നെ ഞങ്ങള് വിട്ടുകൊടുത്തു. തല്ലിന്റെ ആവശ്യമൊന്നുമില്ല. കുറച്ച് പിന്നെ ഞങ്ങക്ക് അവിടെ കിട്ടി സമ്മാനം ഇവിടെ ഉണ്ടായിരുന്നല്ലോ, കാണിച്ചു തരാം. ജയിലിൽ പോണത് നമ്മൾ ആണുങ്ങളുടെ ഒരു ഇതല്ലേ. അപ്പൊ ഞാൻ പോയതാ. അവിടെ ഒറ്റ സെല്ലുള്ളൂ, വനിതാ സെല്ലില്ലായിരുന്നു. ഒരുമിച്ചല്ലേ പോയത്? അല്ല നല്ല രസമായിരുന്നു കേട്ടോ ഷോ. ഞാൻ വിചാരിച്ചു ശരിക്കും ഞാൻ പേടിച്ചു, ഇനി ഇവരെന്നെ പേടിപ്പിക്കാൻ കൊണ്ടുപോവാണോ എന്നൊക്കെ വിചാരിച്ചു. ഞാൻ എന്റെ ഒരു ഫ്രണ്ടിനോട് ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു ദിവസം ജയിലിൽ കിടക്കണം എന്ന് ആഗ്രഹം ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ സമാധാനായില്ലേ? അല്ല സീരിയസ്ലി ശരിക്കുള്ള ജയിലിൽ. അപ്പൊ ഇങ്ങനെ അതിനെന്തോ ഒരു സംഭവം ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ആ രീതിയിൽ പോയാ അങ്ങനെയൊക്കെ പറ്റുമോ? എന്ന് പറഞ്ഞല്ലോ, എനിക്ക് അറിയില്ലട്ടാ. ഇല്ലില്ല. അല്ല ഇത് എന്നോട് മറ്റേ എവിടെയാട്ടെ ബോംബെയില് 5 പേരെ വരെ ഹിന്ദി പടം കണ്ടിരിക്കേ, കൊല്ലണം പടപടാ. പിന്നെ ഇത് കേസൊന്നും ഉണ്ടാവില്ല. ബോംബെയിൽ 5 പേരെ വരെ കൊല്ലാം, 6ാമത്തെ ആളായ കേസ് ഉണ്ടാവുന്നു. ചേച്ചി വിശ്വസിച്ചില്ലേ? നമ്മള് നിഷ്കളങ്കരാ. വിശ്വസിച്ച് മാത്രമല്ല, വേറെ സ്ഥലത്ത് പോയി തർക്കിച്ച്. അതാ പ്രശ്നം. എന്നിട്ട് ഈ അടുത്ത് ഈ കഴിഞ്ഞ ദിവസം കൂടി ചോദിച്ചു എന്താ ദൂരം. അതെന്തെന്നറിയോ, അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വിശ്വസിച്ചു, സത്യമായിട്ട് വിശ്വസിച്ചു. ചേട്ടനല്ലേ പറഞ്ഞ നമ്മള് വിശ്വസിക്കൂലേ? പണ്ട് നമ്മള് വീടിന്റെ അടുത്ത് അയൽക്കൂട്ടം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ എന്റെ കൂടെ തുളസി എന്ന് പറഞ്ഞ ചേച്ചി ഉണ്ടായിരുന്നു. ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പൊ ചേച്ചിയായിട്ട് ഞങ്ങള് ഒരു ദിവസം ഇതേപോലെ ഞായറാഴ്ച എല്ലാരും കൂടി കൂടിയിരുന്ന സമയത്ത് ഈ സിനിമേനെ പറ്റി ഇങ്ങനെ ചർച്ച ചെയ്യുകയാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ബോംബെയിൽ ഇങ്ങനെ 5 പേരെ കൊല്ലാന്ന് പറഞ്ഞു. അപ്പൊ എന്നെ പോലെ എന്നുള്ള ചേച്ചി ആയിട്ട് ആ ചേച്ചി വിശ്വസിച്ചു. ശരിക്കും ആണോ രശ്മി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ സാജി പറഞ്ഞെങ്കിൽ ശരിയായിരിക്കും, സിനിമയിലുള്ളതല്ലേ, അപ്പൊ അവർക്ക് അത് ശരിയായിരിക്കും എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇതിനെ പറ്റിയൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ് കൊറേ ദിവസം കഴിഞ്ഞ് എനിക്ക് മനസ്സിലായത് തന്നെ പറഞ്ഞതാണെന്നുള്ള എനിക്ക് മനസ്സിലായി. എന്നാ ഒരു 20 വർഷം മുന്നേ അല്ലേ, 20. അപ്പൊ അത്രയ്ക്കുള്ള മെച്യൂരിറ്റി അല്ലേ ഉള്ളു. ഇപ്പൊ എനിക്ക് 43. 20 വർഷം മുന്നേ ആയിരുന്നോ? 23 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. അപ്പം ആ സമയത്ത് കണ്ടാ പറയില്ലെന്നുള്ളൂ. അതെ, അപ്പൊ നമ്മള് സ്വാഭാവികമായിട്ട് നമ്മള് സത്യമാണെന്ന് വിചാരിച്ച് ആ പ്രായല്ലേ. അത് കഴിഞ്ഞ് കൊറേ നാൾ കഴിഞ്ഞ് ഇങ്ങനെ ചേട്ടൻ കൊറേ സിനിമയിലൊക്കെ വന്നു കഴിഞ്ഞ ഒരു ഇന്റർവ്യൂ ഒക്കെ കൊടുക്കാൻ തുടങ്ങിയപ്പോ അവിടെ പറ്റി ഇത് പറഞ്ഞപ്പോഴാണ് മനസ്സിലായി, അയ്യോ ഇത് വിചാരിച്ച. അത് കഴിഞ്ഞിട്ട് വേറെ രസം ഉണ്ടായിരുന്നു. നമ്മള് മോഹൻലാലിന്റെ ആര്യൻ സിനിമ, ആര്യനാണോ
കണ്ടിട്ടുണ്ടോ ആ സിനിമ? ഇല്ല. കാണണം, നല്ല സിനിമയാണ് കേട്ടോ. കാണാം കാണാം. മോശം മോഹൻലാലിന്റെ ആ സിനിമ കണ്ടില്ലെന്ന് പറഞ്ഞു. അത് ഗംഭീര പടമല്ലേ? ആ കാണാം, ഇന്ന് കാണാം ഞാൻ. ആ ഹരിൻ തന്നെയല്ലേ ആ അതെ അതെ സിനിമയുടെ അതെ. പേര്? ഇനി ഞാനത് പറഞ്ഞിട്ട് ആ അത് സിനിമയില്, മാറിപ്പോയാ. മോഹൻലാല് അവിടെ ചെന്നിട്ട് കുറെ ആൾക്കാർ ഇങ്ങനെ വെടിവെച്ച് കൊന്നിട്ടൊക്കെ നാട്ടിലേക്ക് പോയ സീൻ. അപ്പൊ കേസില്ലല്ലോ. അപ്പൊ ഞാൻ ചോദിക്കുക, അപ്പൊ ഇത് ശരി തന്നെയാണെന്ന് തോന്നുന്നു. അപ്പൊ മനസ്സിലായില്ലേ, 43-ാമത്തെ വയസ്സിൽ ഞാൻ വളർന്നല്ലാണ്ട് എന്റെ ബുദ്ധി അത് നിഷ്കളങ്കതയാ. നമ്മള് അങ്ങനെയാണ് ഈ പറഞ്ഞ പൊട്ടത്തരത്തിന്റെ ആളത്. നമ്മളിരുന്ന് വർത്താനം പറഞ്ഞ് പോയി, ബാ നമുക്ക് പോണ്ടേ. ആ വാ. അപ്പൊ ഇതാണ് ഞങ്ങൾക്ക് ചെപ്പലിന്റെ മുറി. ഓക്കേ, ഞങ്ങളുടെ ഒരാൾ ഇവിടെ ഉണ്ട്. ആള് ഇവിടെ ഉണ്ടല്ലേ ഗണേഷ്. ആ ഗണേഷ് അവിടെ ഉണ്ട്. ഇതൊന്നല്ല, ഇനി ഒത്തിരി ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരു വലിയ വണ്ടി നിറച്ചു കൊണ്ട് ഇയാളുടെ വലിച്ചിട്ട് ഷോ അത് കൊണ്ടുണ്ടായിരുന്നു. കിട്ടിയ ഒരു ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ആണ്. അതിൽ പൊടി പിടിച്ചിരിക്കുക. ഇല്ല ഇത് തന്നെ. ഇത് ഇതെപ്പോ കിട്ടിയതാ? റബ്കോ ഇല്ലേ, റബ്കോ, ആ അവരുടെ ഒരു ഷോപ്പ് ഉദ്ഘാടനം പോയപ്പോഴത്തേക്ക് അവർ എനിക്ക് തന്ന, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പൊടിയാട്ടോ അതില്. തുറന്നില്ലേ ഇത്? അല്ല അത് കൊച്ചു റാപ്പ് ചെയ്ത് വെക്കും എല്ലാം. ഓക്കേ, ഹെൽപ്പ് ചെയ്യണോ? വേണ്ട വേണ്ട, കുറച്ച് ഇതാക്കിയാ മതി. ഇതെന്തായാലും അവൻ നീ അയ്യോ, രണ്ടിനും ഞാൻ റെഡി ആക്കും ഞാൻ. ഇത്രയും നാള് കാത്തു സൂക്ഷിച്ചാട്ടാ ഹെൽപ്പ് ചെയ്യണമെന്ന് വെച്ചപ്പോ ഞാൻ ഇത്ര വിചാരിച്ചില്ല. ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ലാട്ടാ. അല്ല ഇതുപോലെ വലിച്ചു കിളക്കുമെന്നുള്ളത് ഞാൻ സഹായിക്കണോ എന്ന് പറഞ്ഞു. ഞാൻ തൊട്ടില്ല. അത് കൊച്ചാണെങ്കിൽ ഇത് റാപ്പ് ചെയ്ത് ഭംഗിയായിട്ട് നമുക്ക് പശ വെച്ചൊട്ടിക്കാം. അത് ഞങ്ങൾക്ക് അറിയാം. പക്ഷെ വേണ്ട, ഇങ്ങനെ ഒട്ടിക്കാൻ ഭഗവാനെ ഞാൻ ഭഗവാനെ എടുത്ത് കാണിക്കാൻ ഭാഗ്യമായി. ഇല്ല ഭഗവാന്റെ കൈയും തുമ്പിക്കൈയൊക്കെ വലിച്ചു ഒടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ ഒടിച്ചില്ല. പോയെ 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 നമുക്കത് ചായ കുടി. ചായ പിടിച്ചോന്നും പറഞ്ഞു. അല്ല എന്നെ പറഞ്ഞാ മതിയല്ല, പൊതിഞ്ഞു വെച്ച സാധനം അഴിച്ച് കാണിച്ചു കൊടുക്കാൻ വേണ്ടി. അതെ, ഞാൻ തൊട്ടില്ലാട്ടാ. കൊഴപ്പില്ലാട്ടാ. അല്ല എനിക്കിത് ഒരു മൊമെന്റ് അവര് തന്നത്, നീ അതിപ്പോ രണ്ടാക്കി, അത്രേ ഉള്ളൂ. മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അത് നമുക്ക് ഇല്ല അതൊന്നുമില്ല, ക്യാമറ കട്ടിയിട്ട് എന്റെ വൈകിട്ട് കേൾക്കും. അപ്പൊ ഇതാണ് ബെഡ്റൂം. കഴിഞ്ഞു ഇനി ഇല്ല. അവിടെ നിന്നൊക്കെ കാണുന്നത്. പക്ഷെ അത് വിനായകൻ ഞങ്ങൾക്ക് എല്ലായിടത്തും ഉണ്ട്. അത് പെയിന്റിങ് ആരിതാ? ഇതാ ആ പെയിന്റിങ്. ഇത് മോറൽ പെയിന്റിങ്. ഞാൻ അവിടെ ആ ക്ഷേത്രത്തിൽ പോയില്ലേ വെണ്ണേ, എവിടെ ഇതില് ചെയ്യണവരെ, ചുമരില് ചെയ്യണ അമ്പലം, ചേച്ചി കാണിച്ചതാ? അവര് ഗിഫ്റ്റ് തന്നു. ഞാൻ പറഞ്ഞ ഇവിടെ ഒന്നും വെക്കാൻ സൗകര്യമില്ല. അത് കാരണം മൊമെന്റോസുകളെല്ലാം കിട്ടുമ്പോ ഭയങ്കര സങ്കടോ. എല്ലാം കൊണ്ട് വീട്ടിൽ വെച്ചേക്കുക. ഞാൻ എങ്ങോട്ടാ നമുക്ക് പോണ്ടേ? ഇനി ഒന്നും ഇല്ല. എങ്ങോട്ടാ ഞങ്ങൾ പറഞ്ഞു വിടണ്ടേന്നാണ് ആലോചിക്കുന്നത്. ഇതാണ് ഇത് നിങ്ങൾ തന്നതാ. ഇത് ഇത് ഹാർവിയോരാ. പക്ഷെ ഒരു കൊമ്പ് ഇവിടെ ഒടിഞ്ഞു പോയിട്ട് ഞാൻ ചുമ്മാ അവിടെ കുത്തി വെച്ചിട്ടുണ്ട്. പിടിക്കില്ലെന്ന് അറിയില്ല. അപ്പൊ ഇതില് എന്തൊക്കെയോ മൊമെന്റോന്റെ കേസ് വെച്ച് നോക്കുമ്പോ ഇല്ലാട്ടാ, അങ്ങനൊന്നും ഇല്ല. ഓ മണി പ്ലാന്റ് ഒക്കെ ഉണ്ടല്ലോ. ഇല്ല അത് മണി പ്ലാന്റ് അല്ല, യൂറിൻ ടെസ്റ്റ് ചെയ്യാനുള്ള. ഇത് സ്കൂളിൽ ചെന്നപ്പോ എങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടി ഞങ്ങൾ കുഞ്ഞുമക്കള് റെഡിയാക്കണതാ. അവര് തന്നെ ഞങ്ങൾ അപ്പ തന്നെ സെറ്റാക്കി. ഇത് സ്കൂളിന്റെ പേരെന്താണ്? LMCCHS എറണാകുളം. പിന്നെ പക്ഷെ നല്ല ഭംഗിയുണ്ടല്ലേ. ഇത്രയും വലിയ കണ്ണാടി നിന്നിട്ടാണ് ചേച്ചി കുഞ്ഞു കണ്ണാടി പിടിച്ചോണ്ടിരിക്കണല്ലേ. അല്ല അത് നിർബന്ധം, അത് മസ്റ്റാണ്. ആ രാവിലെ അല്ല എപ്പോഴും ഞാൻ ഉണ്ടാവില്ല. അപ്പൊ കണി കാണാൻ വേണ്ടി എന്നെ കണ്ടാ ഓക്കെയാ. റൊമാൻസ് റൊമാൻസ് വരത്തില്ല ചേട്ടേക്ക്. എനിക്കാ പാടുന്നേ. എന്തായാലും വന്നല്ലേ, അതൊന്നും എടുത്തതൊന്ന്. ഏതാ? ഞാൻ എടുക്കണം. നീ എടുക്കണം, കുഴപ്പമില്ല. ഇതാ ഇവിടെ വെച്ചിട്ടേ കൊണ്ടുവെക്കോ, പറ്റുമെങ്കിൽ എടുത്താ കൊണ്ടുപോയിക്കോ. ഇടുത്താ കൊണ്ട് അപ്പൊ നല്ല വെയിറ്റ് ഉണ്ടാവില്ലേ? അത് അത്ര അല്ലേ ഉള്ളത്. ആ അതെനിക്ക് മനസ്സിലായി. ആരോടാ പിടിച്ചിട്ടേക്ക്. വേണ്ട വേണ്ട, കാലില് വീണ നല്ല വെയിറ്റാ. നല്ല വെയിറ്റാ. ഇത് എച്ചുവിന്റെ ആള്, ഇല്ലെന്നുള്ളൂ. എച്ചുവിന്റെ മെയിൻ ആളത്. ഇഷ്ടം ഭയങ്കര.
രണ്ടുപേരും രണ്ടാൾക്കാർ. പുള്ളിയുടെ ഈ ഇരിക്കണൊക്കെ ഞാൻ തിരിച്ചോക്കട്ടെ. ആ വെച്ചു. അല്ല കൈന്റെ കൈ ഇവിടെ പോയി. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ വീടില്ലല്ലോ അല്ലേ? വാ നമുക്കൊന്നും കൂടെ പോയി ഇരിക്കാം വാ. അതെന്തിന്റെ ഏട്ടാ? അത് ക്രിക്കറ്റ്. ആ ക്രിക്കറ്റ് കളിക്കാൻ ഇഷ്ടാ? ക്രിക്കറ്റ് ടീമുണ്ട്, ഫുട്ബോൾ ടീമുണ്ട്. സ്പോർട്സ് പേഴ്സൺ ആ ഞാൻ മികച്ച പ്ലെയറാ. ഭയങ്കര അടിപൊളി. ഞാൻ ഇത്ര വലിയ ട്രോഫി ചെയ്തിട്ടായിരുന്നു. ഇത് ചെറുതല്ലേ? അതെ, ഇതുപോലത്തെ എത്ര ഒന്നും വേണം. പക്ഷെ നമുക്ക് ഇവിടെ വെക്കാൻ സ്ഥലം ഇല്ലാത്ത 4 ട്രോഫി ഉണ്ട്. ഇതേപോലത്തെ തന്നെ. ഇത് ഈരാറ്റുപേട്ട അല്ലല്ല, ഇത് തൃപ്പൂണിത്തുറ നടന്ന മത്സരം. അത് ഇവിടെ സെലിബ്രിറ്റികളുടെ ഒരു ക്രിക്കറ്റ് ഞാൻ വായിച്ചായിരുന്നു മറ്റേതില്. ഏതില്? മറ്റേ റിപ്പോർട്ടറിൽ ഞാൻ ആദ്യം സാധനം പറഞ്ഞില്ലായിരുന്നില്ലേ, ആർട്ടിക്കിള്, അതിനകത്ത് വായിച്ചായിരുന്നു. വെറുതെ ഓക്കെ ഞാൻ വായിച്ചിരുന്നു. അല്ല ഞാൻ ശരിക്കും ആർട്ടിക്കിളിൽ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പറ നമ്മുടെ സിനിമയുടെ വിശേഷങ്ങളും കൂടെ ഇറങ്ങാൻ പോണത് കുടുംബശ്രീ കുഞ്ഞാടും. അപ്പൊ അതിന്റെ അണിയറ പ്രവർത്തകരും എല്ലാവരും അതിന്റെ ഒരു വിജയം ആഘോഷിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എന്തായാലും പടം റിലീസ് ചെയ്യണമെന്ന് ഞാനും ഉണ്ടാവൂല, ഞാൻ ദുബായിലായിരിക്കുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് 5-ാം തീയതി തിരിച്ചു വന്നിട്ടേ കാണുള്ളൂ. ഇതിന്റെ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ മഹേഷ് സാർ, ഉഗ്രൻ ഡയറക്ടറാണ്. ആള് നല്ലൊരു മനുഷ്യനാണ്. ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണ്. അപ്പൊ അതുപോലെ പ്രൊഡ്യൂസർ സാറാണെങ്കിലും പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, അഭിനയിച്ചിട്ടുണ്ട് പടത്തിൽ, ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ ലിച്ചി ഉണ്ട്, അതുപോലെ എന്റെ പേരായിട്ട് ഇതല്ല സ്നേഹ ശ്രീകുമാർ, മറിമായത്തിലേക്ക് ഞങ്ങള് രണ്ടുപേരാണ് പേര്. പിന്നെ ഷാജോൻ ചേട്ടൻ, അതുപോലെ ജാഫർക്ക, ബക്രു ചേട്ടൻ, ധ്യാനും ഉണ്ട്. അങ്ങനെ നല്ല മൂവിയാ, അടിപൊളി പടം. ഞങ്ങള് വെയിറ്റിംഗ്. അതെ ഞാനും വെയിറ്റിംഗ്. നമ്മളും വെയിറ്റിംഗ്. ചേട്ടൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്ത്. എനിക്കൊരു പരാതിയും കൂടെ ഉണ്ട്. നമ്മുടെ ഷാജി പാപ്പന്റെ കല്യാണത്തിന് ഉണ്ടായിരുന്നില്ലല്ലോ. എന്തോരം പേരുണ്ടായിരുന്നു അറിയോ? നിങ്ങൾ മാത്രം ഉണ്ടായിരുന്നില്ല. അതാ പറഞ്ഞത്, ഇനിയിപ്പോ അടുത്ത കല്യാണത്തിന് ഉറപ്പായിട്ടുണ്ടാവും പറഞ്ഞു. ഇത് ഞങ്ങളുടെ ആദ്യത്തെയും അവസാനത്തെയും കല്യാണം. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇല്ല, നമുക്ക് പറഞ്ഞ ഉറപ്പിക്കാൻ പറ്റും. അതെ, അവര് പിന്നെയും കിട്ടുമായിരിക്കും ചിലപ്പോ ഷൂട്ടിനൊക്കെ വേണ്ടിട്ട്. നിങ്ങളും കെട്ടിയായിരുന്നില്ല? ഞാൻ കണ്ടായിരുന്നു യൂട്യൂബില്. ഞാൻ കണ്ടായിരുന്നു. വിളിച്ചിട്ട് പോയപ്പോ ഒന്ന് അമ്പലത്തിൽ കൊണ്ടുപോയി, അവിടെ തിരിച്ചു രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടൊന്ന് കെട്ടി. പിന്നെ യൂട്യൂബ് ചാനലിന് വേണ്ടി ഒന്ന് കെട്ടിയായിരുന്നു. അവിടെ കെട്ടി, ഗുരുവായൂർ കെട്ടി. പിന്നെ അല്ലാതെ ഇവരുടെ അവിടുത്തെ അമ്പലത്തിൽ കെട്ടി. ഈ ഞങ്ങള് കല്യാണപ്പോ ശാന്തി താലി കെട്ടാൻ പോയതാ. പുള്ളിയുടെ ഓർക്കല്ലേ ഇവിടെ കൈയൊക്കെ പിടിച്ച് കെട്ടി, ഇങ്ങനെ കൈ പിടിച്ച് കെട്ടിയേക്കണ്. ശാന്തി കെട്ടിയാ? നമ്മുടെ രണ്ടുപേരും കൂടെ കൈ പിടിച്ചു. അല്ല താലി പിന്നെ പുള്ളിക്ക് കെട്ടാൻ പറ്റും, എനിക്ക് ഒറ്റയ്ക്ക് കൊണ്ട് കെട്ടാൻ പറ്റുമോ? മറ്റേ ശാന്തിയിലെ ശാന്തിനെ വേറെ വിചാരിച്ച ആരുടെ കാര്യം വിചാരിച്ചേ? ഞാൻ വേറെ പെണ്ണ് ശാന്തിന്ന് തന്ത്രി പൂജാരി. മറ്റേത് ഞാൻ കേൾക്കാറില്ല. ആ ശാന്തിനെ പിന്നെ ശാന്തി പോട്ടെ, തന്ത്രി. ആ പൂജാരിനെ വീണ്ടും ഞാനൊരു സ്ഥലത്ത് വെച്ച് കണ്ടത് ലോട്ടറി വിൽക്കണതാ. അപ്പൊ ഞാനടുത്ത് അന്ന് നമ്മുടെ കല്യാണം, അപ്പൊ ദീപു എന്റെ അടുത്ത് പറഞ്ഞു. ദീപു പറഞ്ഞു തലേ ദിവസം പുള്ളി അവന്റെ അടുത്ത് ഒന്ന് ചോദിച്ചെന്ന്, ഈ കല്യാണത്തിന്റെ മന്ത്രം എങ്ങനെയാന്ന് കണ്ട ആ സമയത്തൊക്കെ. പുള്ളി 5 പേരൊക്കെ ഒന്ന പോലെ പറയണേ. ഇല്ല ഇത് സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞു, എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ പുള്ളി ചോദിച്ച കക്ഷി എന്നോട് പറഞ്ഞിട്ടുണ്ട്. അല്ല അതെന്തായാലും നന്നായി, മന്ത്രം അറിയാവുന്നവര് ചെയ്യാൻ നന്നായി. അറിഞ്ഞായിരുന്നെങ്കിൽ പണ്ടായിട്ട്. അല്ല ഒരു പരിധിവരെയൊക്കെ സഹിച്ച് നിന്നോണ്ടാട്ടെ ഇപ്പൊ ഇങ്ങനെ ഇരിക്കണത്. ഞാനല്ല, അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നക്കാരനാണ്. നിങ്ങൾ ഈ കാണുന്ന ഞാനില്ലായിരുന്നു. ഞാൻ സത്യം കൊറേ ഇന്റർവ്യൂല് പറഞ്ഞിട്ടുള്ളൂ. ഇനിയും പറഞ്ഞു ചേട്ടാ തരം താഴ്ത്ത ഞാൻ വീണ്ടും അങ്ങോട്ടൊന്നും ചെല്ലാനായിട്ടൊരു ഇതിലേക്ക് അപ്പൊ നമ്മുടെ പ്രോഗ്രാം നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാ. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് ഇതുപോലുള്ള ഞങ്ങളെ പോലുള്ള ആൾക്കാരുടെ വിശേഷങ്ങളിലൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാനും അതുപോലെ അതിലൂടെ വരുമാനം കണ്ടെത്താനും ഉള്ള എല്ലാ മാർഗവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തായാലും ഒത്തിരി സന്തോഷം. എന്തായാലും അടിപൊളിയാവട്ടെ എല്ലാവരും. സിനിമ അടിപൊളിയാവട്ടെ. അതെ, അപ്പൊ എല്ലാവരും സിനിമ കാണണം. കുടുംബശ്രീ കുഞ്ഞാടും ഈ 31-ാം തീയതി റിലീസ് ആവുകയാണ്. മഹേഷ് സാർ ഡയറക്ട് ചെയ്യുന്ന പടം. ധ്യാനാണ് സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്നത്. അതിൽ ഞങ്ങൾ ഷാജോൻ ചേട്ടൻ അങ്ങനെ എല്ലാവരും ഉണ്ട്. എന്തായാലും പടം കാണുക, നല്ല ഹ്യൂമറുള്ള പടമാണ്. ഓക്കെ, വിജയിപ്പിക്കുക. അപ്പൊ ഞാൻ പോട്ടെ. വന്നപ്പോ ഭയങ്കര ഹായായിരുന്നു. മൊമെന്റോ പൊട്ടിച്ചാരോ എന്നാ പോ, അങ്ങനെയൊക്കെ. ഞാൻ പോട്ടെ. ഓക്കെ, താങ്ക് യു ചേച്ചി.
ഓക്കെ രസമായോ പിന്നില്ലേ ഓക്കെ ബൈ ബൈ ക്യാമറ ഒന്നും ഇല്ലാണ്ട് ഒരു ദിവസം പോവാ അത് ഞാൻ വരും ഇവിടെ വരുമ്പോ അനിയത്തിക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ ഒക്കെ റെഡിയാക്കി തരാം ഓക്കെ ചേട്ടനും ചേച്ചിയും ഓക്കെ അപ്പൊ എനിക്കൊരു ചേട്ടനും ചേച്ചിയും കൂടെ ശരി ശരി അനുഗ്രഹിച്ചിട്ട് പോകുന്നുണ്ട് ഓക്കെ ആയുഷ്മാൻ ഭവൻ ആയുഷ്മാൻ ഭവൻ എന്നെ കൂടെ അനുഗ്രഹിച്ചോ ഓക്കെ വരട്ടെ അപ്പൊ ചാച്ചാ ബൈ ബൈ ഓക്കെ ഓക്കെ ടാറ്റ